ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ എൻജിൻ സംബന്ധമായിട്ടുള്ളൊരു വർക്കിന് വേണ്ടി അയച്ചതാണ്. എൻജിൻ വർക്ക് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടുള്ള എൻജിൻ വർക്കില്ല, സിലിണ്ടർ പിസ്റ്റൺ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ റെഡിയാക്കുന്നത്. നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റ്, അതേപോലെ തന്നെ ഹെഡ്, വാൽവ് ഗൈഡ്, അങ്ങനത്തെ ഐറ്റംസ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണതാണ്. അപ്പോൾ പിസ്റ്റൺ സിലിണ്ടർ അടക്കം വരുന്ന കിറ്റാണത്. നമുക്ക് 3349 രൂപയാണ് സിലിണ്ടർ കിറ്റ് നമുക്ക് റേറ്റ് വന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ചിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതായത് ക്ലച്ചിനകത്ത് തന്നെ വേരിയേറ്റർ ബോഡി, ഈ ഐറ്റംസൊക്കെ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന റോളറുകൾ, റോളറുകൾ ഒരു 6 പീസ് ഉണ്ടാവും. അത് അതൊക്കെ ജസ്റ്റ് നമുക്ക് അത്യാവശ്യം മാറ്റേണ്ട ഭാഗങ്ങളാണ്. പിന്നെ ഹെഡിനകത്ത് വരുന്ന 2 വാൽവ്, അതിൻ്റെ ഒരു ഗൈഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു ഗൈഡ് മാറ്റിയിട്ടുണ്ട്. ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങുകൾ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലെയ്ത്തി കൊടുത്ത് ചെയ്താണ് വർക്കാണ്. ഇത്രയും വർക്ക് കേട്ടോ. ഹെഡ് പഴയ ഹെഡ് തന്നെയാണ്. നമുക്ക് അതിൻ്റെ ക്യാം ഷാഫ്റ്റ് ഹെഡ് നമുക്കങ്ങനെ സാധാരണ മാറ്റേണ്ടി വരാറില്ല, കംപ്ലൈൻറ്റ് അങ്ങനെ വരാറില്ല. അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡ് ബെയറിങ്, അതേപോലെ 2 വാൽവ് മാറ്റിയിട്ട് സീറ്റ് ചെയ്ത് വാൽവ് ഹോൽസിലൊക്കെ മാറ്റി റെഡിയാക്കി വന്നേക്കണത്. സിലിണ്ടർ പിസ്റ്റൺ ഓൾറെഡി നമുക്ക് കംപ്ലൈൻറ്റ് ഒരു പ്രാവശ്യം ബോർ ചെയ്തിട്ടായിരുന്നതാണ്. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ നമ്മൾ കിറ്റേപ്പാടി മാറ്റുന്നുണ്ട്. പിന്നെ ക്ലച്ചിൽ വരുന്ന ആ വീലുകളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്നത് ഫേസ് കംപ്ലീറ്റ് മൂവബിൾ ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്ക് ആ റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോസ് ഡ്രൈവ്, അതിൻ്റെ ഉള്ളിൽ തന്നെ പീസെറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന യൂണിറ്റൊക്കെയാണ് അത്. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ റോളറുകൾ, 6 റോളർ സെറ്റ് വന്നായിട്ടാണ് അതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. കാർബറേറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാർബറേറ്ററിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഈ ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവിടെ എപ്പോഴും പെട്രോൾ ഡയറക്റ്റ് കോൺടാക്റ്റിൽ വന്നതുകൊണ്ട് തന്നെ ആ ഭാഗം ചെറുതായിട്ടൊരു ഒരു ഫംഗസ് പിടിച്ചാണ് പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പെട്രോൾ ഓവർഫ്ലോ വരില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട്. കാരണം പെട്രോൾ ഓവർഫ്ലോ വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാർബറേറ്റർ. പരമാവധി നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. കംപ്ലൈൻറ്റ് വരില്ല എന്ന് വേണം വിചാരിക്കാൻ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററുകൾ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം. അതിനകത്ത് നമുക്ക് ബെൽറ്റ് നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യണേ. നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. പക്ഷേ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബെൽറ്റൊക്കെ അത് തന്നെ യൂസ് ചെയ്യണേ. ഗിയർ ബോക്സിൻ്റെ ഭാഗത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് അഴിക്കുന്നില്ല കേട്ടോ. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യണേ. ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ചെറിയ നനവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാണ്. പിന്നെ നമ്മളെല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ നല്ല രീതിയിലൊരു എമൗണ്ട് വരുമെന്നുള്ളത് കൊണ്ടാണ് നമ്മളതൊക്കെ തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടുന്നത് കേട്ടോ. ബാക്കി ഇതൊക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇനിയിപ്പോൾ പിന്നീട് നമുക്ക് അഴിക്കേണ്ടി വന്നാലും ഓൾറെഡി ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യേണ്ടി വരുന്ന വർക്കുകളാണ് അതൊക്കെ. അപ്പോൾ അത് ആ കൂട്ടത്തിൽ ചെയ്താലും മതി. അപ്പോൾ ഞാൻ അതിൻ്റെ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റിപ്പീറ്റ് ഒന്നും കൂടി നമുക്ക് എസ്റ്റിമേറ്റ് റെഡിയാക്കാം. അതിന് ശേഷം നമുക്ക് കുറേ വർക്കുകൾ നമുക്ക് എമൗണ്ട് ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻജിൻ്റെ ഭാഗം ചെയ്യുന്നത് നീറ്റായിട്ട് തന്നെയാണ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു റീ എസ്റ്റിമേറ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കിയത്തെ വർക്കുകൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ദിവസമൊക്കെ അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതിന് ശേഷം വണ്ടി ഇപ്പോൾ നൈറ്റൊക്കെ നമുക്ക് വണ്ടി കുറേ നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ട് ബാക്കിയത്തെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളെ വണ്ടി ഡെലിവറി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളതിൻ്റെ ഉൾഭാഗത്തൊക്കെ എന്ത് വർക്കുകളാണ് ചെയ്യണേ, ഏത് പാർട്സുകളൊക്കെ മാറ്റണേന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളാം. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസ് പിന്നീടായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, റെഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് സേവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാനപ്പോൾ അതിൻ്റെ ഈ എൻജിൻ സംബന്ധമായിട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം റീ എസ്റ്റിമേറ്റ് ഇടാം. ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ച് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് പോകാം.